ഭാഗം 1. പുസ്തകം 1. അധ്യായം 6. പരിശുദ്ധ അമലോത്ഭവം. ഈ വിശ്വത്തിലെ സർവ്വചരാചരങ്ങളും ജീവജാലങ്ങളും സ്വർഗീയ ആജ്ഞയാൽ ഉത്ഭവിക്കപ്പെടുന്നു. ദൈവ തിരുമനസ് സകലതും തീരുമാനിക്കുന്നു. സർവപ്രപഞ്ചവും അതിലെ ജീവജാലങ്ങളും സ്വാഭാവികമായി അവയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്ന കൃത്യനിർവഹണത്തിൽ ഒരു കുറവും വരുത്താതെ വ്യാപൃതരായിരിക്കുന്നു. അവിടുത്തെ ഇച്ഛാനുസൃതം സകല സൃഷ്ടിയും നിയന്ത്രിക്കപ്പെടുന്നു. സകലതും നിലനിൽക്കുന്നു. സംരക്ഷണവും വിനാശവും അവിടുന്ന് തീരുമാനിക്കുന്നു. എന്തെന്നാൽ ഒന്നുമില്ലാതിരുന്ന ശൂന്യാവസ്ഥയിൽ നിന്ന് അവരെ സൃഷ്ടിച്ചത് അവിടുത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയാണ്. ഈ ലോകവും അതിലെ സർവ്വവും അവിടുത്തെ മഹത്വത്തിനായി മാത്രം സൃഷ്ടിക്കപ്പെട്ടവയാണ്. ഉചിതവും നിശ്ചയിക്കപ്പെട്ടതുമായ സമയം ആസന്നമായപ്പോൾ പരിശുദ്ധ ത്രിത്വം ഇപ്രകാരം അരുളിച്ചെയ്തു: നമുക്ക് ഏറ്റവും പ്രീതിപാത്രമായ ആത്മാവിനെ അതീവ പരിശുദ്ധയും സകല ചരാചരങ്ങളെയും കാൾ അത്യുന്നതയുമായ ഈ സൃഷ്ടിയിലേക്ക് പ്രവേശിപ്പിക്കേണ്ട സമയം ആഗതമായിരിക്കുന്നു. സകല കൃപാവരങ്ങളാലും അനുഗ്രഹങ്ങളാലും അവളെ നിറയ്ക്കേണ്ടിയിരിക്കുന്നു. ഇതുവരെ സൃഷ്ടിക്കപ്പെട്ട എല്ലാവരും നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വിരുദ്ധമായ സ്വാർത്ഥമോഹങ്ങളുടെ പാതയിൽ ചരിച്ചു. എന്നാൽ ജന്മപാപത്തിന്റെ കറ തേണ്ടാത്ത ഈ ആത്മാവ് പരമപരിശുദ്ധയും അമലമനോഹരിയുമായിരിക്കട്ടെ. നമ്മുടെ പരമപരിശുദ്ധിയുടെ സദൃശിയായി, പരമോന്നത ശക്തിയുടെ പര്യായമായി, കൃപാസമുദ്രത്തിന്റെ ചിഹ്നമായി, ആദത്തിന്റെ പാപഫലം തെല്ലും തീണ്ടാതെ അവൾ ഭൂജാതയാകട്ടെ. മറ്റുള്ളവർ ദൈവനിന്ദ മൂലം നഷ്ടപ്പെടുത്തിയ വരങ്ങളും ദാനങ്ങളും അവയുടെ പരിപൂർണതയിൽ ഇവളിൽ നിക്ഷിപ്തമാകട്ടെ. അപ്രകാരം ഈ ആത്മാവ് ഛായയിലും പരിശുദ്ധിയിലും അപ്രമാദിത്വത്തിലും നമുക്ക് സമാനമായിരിക്കട്ടെ. സൃഷ്ടിയുടെ ആരംഭത്തിൽ മാലാഖമാർക്കും മനുഷ്യർക്കുമായി ആഗ്രഹിച്ചു നൽകപ്പെട്ട എല്ലാവിധ വരങ്ങളും ദാനങ്ങളും അവളിൽ നിറയട്ടെ. എല്ലാവർക്കും ബാധകമാകുന്ന സനാതന നിയമങ്ങൾ വഴിയല്ലാതെ അവൾ പ്രത്യേകമായി സൃഷ്ടിക്കപ്പെടും. പാപത്തിന്റെ വിത്തിന് അവളുടെ ജനനത്തിൽ യാതൊരു പങ്കും ഉണ്ടാകുകയില്ല. നാം നേരിട്ട് അവളുടെ ഉദരത്തിൽ ഉരുവാകുകയും അവളുടെ അസ്തിത്വത്തിൽ നിന്ന് മാനവരൂപം പ്രാപിക്കുകയും ചെയ്യും. നമ്മുടെ യോഗ്യത പരിഗണിക്കുമ്പോൾ മനുഷ്യ അവതാരമെന്ന മഹത് സംഭവം പാപത്തിന്റെ യാതൊരു മാലിന്യവും ഏശാതെ സംഭവിക്കേണ്ടത് തന്നെയാണ്. അപ്രകാരം അവതരിക്കുന്ന രക്ഷകനും ഗുരുവുമായ വചനം മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്ന അത്യുത്തമമായ കൽപ്പന മാതൃകാപരമായി പാലിച്ച് പഠിപ്പിക്കേണ്ടതാകുന്നു. എന്തെന്നാൽ സൃഷ്ടികളുടെ ജനനത്തിന്റെ രണ്ടാമത്തെ കാരണം മാതാപിതാക്കളാകുന്നു. ക്രിസ്തുവിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട മാതാവിനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ഏറ്റവും വിലയേറിയ അനുഗ്രഹങ്ങളാൽ അവളെ അലങ്കരിക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ കടമയാകുന്നു. ഇതിന്റെ ഭാഗമായി പാപത്തിന് തിന്മകൾക്കും അവളെ ഏൽപ്പിച്ചു കൊടുക്കാതിരിക്കുക എന്നത് പരമപ്രധാനമായ കാര്യമാണ്. വചനത്തിന് സ്വർഗത്തിൽ ഒരു പിതാവുള്ളതുപോലെ ഭൂമിയിൽ മാതാവും ഉണ്ടാകേണ്ടതാണ്. ദൈവത്തെ പിതാവെന്നും ഈ പരിശുദ്ധ കന്യകയെ മാതാവെന്നും വിളിക്കേണ്ടതിന് ഉതകുന്ന സംഭാഷണവും ഉണ്ടാകേണ്ടതാണ്. ഇപ്രകാരം ദൈവം തന്നെ മാതാവെന്ന് വിളിക്കുന്ന ഈ സ്ത്രീയുടെ മേൽ യാതൊരു സമയവും പിശാചിന് അധികാരം ഉണ്ടായിരിക്കുന്നതല്ല. പ്രസ്തുത വിശേഷ ഗുണം അതിനാൽ തന്നെ എത്രയോ കൃപാദായകമാണ്. ദൈവമാതൃത്വം എന്തുകൊണ്ടും അതീവ വിശുദ്ധിയും കൃത്യതയും നിറഞ്ഞതായിരിക്കും. വചനം മാംസരൂപം പ്രാപിക്കുന്ന ഉറവിടവും പാപത്തിൽ നിന്നും മോചിക്കപ്പെട്ടതാകേണ്ടിയിരിക്കുന്നു. മനുഷ്യവംശത്തിന് മുഴുവൻ പാപമോചനം കൊടുക്കേണ്ട മിശിഹ തന്റെ തന്നെ ശരീരത്തെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കേണ്ട ആവശ്യം ഉണ്ടാകാൻ പാടുള്ളതല്ല. അവതരിക്കുന്ന വചനം ദൈവത്വത്തിൽ നമ്മോട് ഒന്നായിരിക്കേണ്ടതിന് ആവശ്യമായ അനുഗ്രഹങ്ങളും ഗുണങ്ങളും അവളിൽ നിക്ഷിപ്തമായിരിക്കുന്നു. യുഗാന്ത്യത്തോളം മാനവ സ്വഭാവമുള്ള പ്രസ്തുത പരിശുദ്ധയിൽ നിന്നും ഭൂജാതനാകുന്നത് വഴി വചനം കൂടുതൽ മഹത്വീകരിക്കപ്പെടുകയും ചെയ്യും. അവൾ ആദ്യ പിതാവിന്റെ സന്തതികളിൽ ഒരുവളാകുന്നു. എങ്കിലും കൃപയുടെ കാര്യത്തിൽ അവൾ മറ്റു സൃഷ്ടികൾക്കുപരിയും പാപത്തിന്റെ മ്ലേച്ഛത ഏൽക്കാത്തവളുമാകുന്നു. അതുപോലെ സ്വഭാവത്തിൽ അവൾ അത്യധികം പരിപൂർണയും ദൈവപരിപാലനയുടെ പ്രത്യേക പരിരക്ഷയിൽ ഉൾപ്പെട്ടവളുമാകുന്നു. എളിമ, പരിശുദ്ധി എന്നീ വിശേഷ ഗുണങ്ങളുടെ ഗുരുവും മാതൃകയും ആകേണ്ട വചനം പ്രസ്തുത കാരണത്താൽ പാടുപീഡകൾ സഹിക്കേണ്ടിയിരിക്കുന്നു. പീഡാസഹനത്തെ അമൂല്യനിധിയായി കണക്കാക്കിക്കൊണ്ട് മർത്യരുടെ പൊങ്ങച്ചവും വഞ്ചന നിറഞ്ഞ അതിക്രമങ്ങളും ഏറ്റുവാങ്ങേണ്ടിയിരിക്കുന്നു. അവിടുത്തെ മാതാവും ഇതേ പാടുപീഡകൾ അനുഭവിക്കണം.
അവൾ ക്ഷമയുടെയും സഹനത്തിന്റെയും മാതൃകയായി തന്റെ ഏകജാതനോടൊന്നിച്ച് പ്രീതികരമായ യാഗബലികൾ സമർപ്പിക്കണം. നമുക്ക് പ്രീതിപാത്രമായ സൃഷ്ടിയെ എല്ലാവർക്കും വേണ്ടി വെളിച്ചത്ത് കൊണ്ടുവരേണ്ടതിന് നമ്മുടെ പരിപാലനയാൽ നിശ്ചയിക്കപ്പെട്ട പ്രത്യേക സമയം ആസന്നമായിരിക്കുന്നു. പ്രസ്തുത സൃഷ്ടി പിശാചിന്റെ തല തകർക്കുന്നവളും സ്വർഗത്തിൽ നമ്മുടെ സാന്നിധ്യത്തിൽ പ്രത്യക്ഷയായവളും ശാശ്വതമായ വചനത്തിന് മനുഷ്യരൂപം ധരിപ്പിക്കുന്നവളുമാകുന്നു. ഈ സത്യം മാനവരാശിക്ക് എത്രയോ അനുഗ്രഹദായകമാകുന്നു. ദൈവിക നീതികൾ വെളിവാക്കപ്പെടുകയും സ്വർഗീയ വാതിലുകൾ തുറക്കപ്പെടുകയും ചെയ്യുന്ന അപൂർവ സമയം വന്നു ചേർന്നിരിക്കുന്നു. നമ്മുടെ നീതിയുടെ യുക്തിയാൽ മർത്യരുടെ മേൽ നാം ഇതുവരെ അനുവദിച്ച ശിക്ഷാവിധികൾ ശമിക്കപ്പെടട്ടെ. സകല ജീവജാലങ്ങൾക്കും ഉന്നമനമുണ്ടാകട്ടെ. ദൈവത്തിന്റെ വാക്ക് മർത്യർക്കായി ശാശ്വത മഹത്വവും അനുഗ്രഹങ്ങളും നേടിക്കൊടുക്കട്ടെ. നമ്മുടെ ദാസരുടെ കൽപ്പനകളിലൂടെയും പ്രവചനങ്ങളിലൂടെയും രക്ഷയുടെ സത്വാർത്ത നിറവേറട്ടെ. നിഗൂഢമായ ഈ രക്ഷാകര രഹസ്യത്തിന്റെ വെളിപ്പെടുത്തൽ ആരംഭിക്കുന്നതിന് സകലതും നമ്മുടെ ഇഷ്ടാനുസരണം നയിക്കപ്പെടേണ്ടിയിരിക്കുന്നു. നമുക്ക് ഏറ്റവും പ്രീതിപാത്രമായ മറിയം നമ്മുടെ ദാസിയും പരമഭക്തയുമായ അന്നയുടെ ഉദരത്തിൽ ഉത്ഭവിക്കുമാറാകട്ടെ. സ്വാഭാവിക തത്വങ്ങൾക്ക് അനുസൃതമായി സംഭവ്യമാകുന്ന ഈ ഉത്ഭവവും ജനനവും അവർണ്ണനീയമായ കൃപയിലും മഹത്വത്തിലും ആയിരിക്കണമെന്ന് ദൈവം നിശ്ചയിച്ചിരിക്കുന്നു. സ്വർഗത്തിൽ പരിശുദ്ധയായ നിത്യകന്യകയെ ദർശിച്ചതു മുതൽ ആദ്യ സ്ത്രീ തൊട്ട് ജീവിതത്തിൽ നന്മ പുലർത്തുന്ന സകല സ്ത്രീകളെയും പിശാച് ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുത നിങ്ങൾക്കറിവുള്ളതാണല്ലോ. തന്റെ തലയെ തകർക്കാനിരിക്കുന്ന സ്ത്രീയെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് അവൻ ഇപ്രകാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാവനമായ ഈ സൃഷ്ടിയെ കണ്ടെത്തുന്ന പക്ഷം അവൻ തന്റെ സകല ദുർശക്തികളും വിനിയോഗിച്ച് അമലോത്ഭവയെ കഷ്ടപ്പെടുത്താനും പീഡിപ്പിക്കാനും പരിശ്രമിക്കുക തന്നെ ചെയ്യും. അതിനാൽ ഈ കന്യക മർത്യരുടെ ഇടയിൽ ആയിരിക്കുന്നിടത്തോളം കാലം അവളെ പ്രത്യേകമായി നിങ്ങൾ പരിരക്ഷിക്കണമെന്നും ബഹുമാനിക്കണമെന്നും അവളുടെ ഏകാന്തതയിൽ അവളെ സാന്ത്വനപ്പെടുത്തുകയും ധൈര്യപ്പെടുത്തുകയും വെളിച്ചം നൽകുകയും ചെയ്യണമെന്നും നാം ആഗ്രഹിക്കുന്നു. ഈ പ്രസ്താവന ശ്രവിച്ച മാത്രയിൽ സകല മാലാഖമാരും തങ്ങളെ തന്നെ ദൈവത്തിന് തിരുവുള്ളത്തിന് സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ സിംഹാസനത്തിനു മുൻപിൽ നമസ്കരിച്ചു. ഈ സവിശേഷ ജോലിക്കായി തങ്ങളെ നിയോഗിക്കണമെന്ന ആഗ്രഹത്തോടെ അവർ പരിശുദ്ധ ത്രിത്വത്തെ പുകഴ്ത്താനും ആരാധിക്കാനും എളിമയോടെ ആരംഭിച്ചു. യുഗങ്ങളായി അവർ കാത്തിരുന്ന രക്ഷയുടെ മഹാനിമിഷങ്ങൾ ആസന്നമാകുന്നതിന്റെ സന്തോഷത്തിൽ മതിമറന്ന് സങ്കീർത്തനങ്ങളാൽ ദൈവത്തെ വാഴ്ത്തിപ്പാടി. ഈ സമയത്തു ഞാൻ മനസ്സിലാക്കിയ മറ്റൊരു വസ്തുത ഇതാണ്. ആദിയിൽ ലൂസിഫറിനോടും അവന്റെ ഗണങ്ങളോടും വിശുദ്ധ മിഖായേലും മാലാഖമാരും നടത്തിയ അതിഭയങ്കരമായ യുദ്ധത്തിന്റെ അന്ത്യത്തിൽ പിശാചിനെ അന്ധകാരത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ആ നിമിഷം മുതൽ ദൈവദൂതന്മാർ തുടർച്ചയായി മിശിഹായുടെ ആഗമനത്തിനും രക്ഷാകര പദ്ധതിക്കുമായി ചെയ്തുവന്ന പ്രാർത്ഥനകളുടെ പരിണിത ഫലമാണ് ഇപ്പോൾ കൈവന്നിരിക്കുന്ന സന്തോഷം. ഈ കാരണത്താൽ തന്നെ ഈ സ്വർഗീയ അരുളപ്പാടു ശ്രവിച്ച ദൈവദൂതന്മാർ വളരെയധികം ആനന്ദിച്ചു. വർദ്ധിച്ച ആത്മീയ ഹർഷത്തോടെ അവർ കർത്താവിനോട് ഇപ്രകാരം പ്രത്യുത്തരിച്ചു: സകല മഹത്വങ്ങൾക്കും പുകഴ്ചയ്ക്കും ബഹുമാനത്തിനും യോഗ്യനായ അത്യുന്നതനും അഗ്രാഹ്യനുമായ ദൈവമേ, ഞങ്ങൾ അങ്ങയുടെ കൽപ്പനയുടെയും ഇച്ഛയുടെയും ശക്തിയാൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അങ്ങയുടെ അതീവ മഹത്വപൂർണങ്ങളായ ഈ രഹസ്യങ്ങളും കൂദാശകളും നിറവേറ്റുന്നതിനായി ഞങ്ങളെ നിയോഗിച്ചാലും സകലതിലും അങ്ങയുടെ തിരുവുള്ളം മാത്രം നിറവേറ്റപ്പെടട്ടെ, മഹത്വപ്പെടട്ടെ. ഇപ്രകാരം സ്നേഹത്തിന്റെയും എളിമയുടെയും പാരമ്യത്തിൽ ദൈവദൂതന്മാർ തങ്ങളെ തന്നെ ദൈവതിരുമനസ്സിന് സമർപ്പിച്ചു. ദൈവമാതാവിന്റെ കാവൽക്കാരും സേവകരും ആകുന്നതിന് യോജിച്ച വിധത്തിൽ പരമാവധി തങ്ങളുടെ പരിശുദ്ധി വർദ്ധിപ്പിക്കാനും അവർ ആഗ്രഹിച്ചു. അപ്പോൾ സർവേശ്വരൻ മറിയത്തിന്റെ സംരക്ഷകരാകാൻ നവവൃന്ദങ്ങളിൽ നിന്നും ദൂതന്മാരെ തിരഞ്ഞെടുത്ത് നിയമിച്ചു. ആകെ 900 പേർ. ഓരോ ഗണത്തിൽ നിന്നും 6 പേർ വീതം. കൂടാതെ അവിടുന്ന് 12 മാലാഖമാരെ പ്രത്യേകമായി മറിയത്തിന് പ്രത്യക്ഷമായ രീതിയിൽ സഹായകമാകാൻ വേണ്ടി നിയമിക്കുകയുണ്ടായി. അവർ രക്ഷാകര പദ്ധതിയുടെ മുദ്ര വഹിക്കുന്നവരാണ്. വെളിപ്പാട് പുസ്തകത്തിൽ 21-ാം അധ്യായത്തിൽ നഗര കവാടത്തെ സംരക്ഷിക്കുന്നവരായി പ്രസ്താവിച്ചിരിക്കുന്നത് ഇവരെപ്പറ്റിയാണ്.
ഇവരോടൊപ്പം പ്രഥമ ഗണങ്ങളിൽ നിന്നും 18 മാലാഖമാരെയും നിയോഗിക്കുകയുണ്ടായി. യാക്കോബിന്റെ ഗോവണിയിലൂടെ കയറി ദൈവത്തിങ്കിലേക്ക് മറിയത്തിന്റെ സന്ദേശങ്ങൾ എത്തിക്കുകയും അവിടുത്തെ സന്ദേശങ്ങൾ മറിയത്തിന് കൈമാറുകയും ചെയ്യുന്നവരാണ് ഇവർ. മേൽപ്പറഞ്ഞ വിശുദ്ധ ഗണങ്ങളെ കൂടാതെ ഉന്നത വൃന്ദങ്ങളിൽ നിന്ന് സെറാഫുമുകളെയും തെരഞ്ഞെടുത്ത് നിയോഗിക്കുകയുണ്ടായി. ഇവർ ദൈവത്തോട് ഏറ്റവും അടുത്തുള്ളവരായിരുന്നു. ഇവർ സ്വർഗത്തിലെ രാജകുമാരിക്കും തോഴിമാരായിരിക്കാനും സുഹൃത്തുക്കളെപ്പോലെ മറിയവുമായി സംഭാഷണങ്ങളിൽ ഏർപ്പെട്ടിരിക്കാനും വേണ്ടിയുള്ളവരാണ്. അജയ്യരായ ഈ ദൈവദൂതവൃന്ദത്തെ കൃത്യമായി നിയന്ത്രിക്കുന്നതിനായി സ്വർഗീയ സൈന്യത്തിന്റെ തലവനായ മിഖായേലിനെ അവരുടെ നേതാവായി നിയമിച്ചു. മറിയത്തിന് എപ്പോഴും പ്രത്യക്ഷനായി സമീപസ്ഥനായിരുന്നില്ലെങ്കിലും ആവശ്യഘട്ടങ്ങളിലെല്ലാം വിശുദ്ധ മിഖായേൽ മറിയത്തിന് പ്രത്യക്ഷനായിരുന്നു. സർവശക്തനായ ദൈവം മിഖായേൽ മാലാഖയെ ക്രിസ്തുവിന്റെ ഒരു പ്രത്യേക പ്രതിനിധിയായും അവിടുത്തെ പരിശുദ്ധ മാതാവിന് പ്രത്യേക രക്ഷകനായും അവരോധിച്ചു. അതുപോലെ വിശുദ്ധ ഗബ്രിയേൽ പിതാവായ ദൈവത്തിന്റെ പ്രതിനിധിയായി മറിയത്തിന്റെ കാര്യങ്ങളിൽ വ്യാപൃതനാകുന്നതിനായി നിയമിക്കപ്പെടുകയും ചെയ്തു. ഇപ്രകാരം പരിശുദ്ധ ത്രിത്വം മറിയത്തിന്റെ സംരക്ഷണത്തിനും സുരക്ഷിതത്വത്തിനും വേണ്ട ഏർപ്പാടുകൾ ചെയ്തിരുന്നു. ഈ പ്രകൃതിയുടെ തിന്മകളിൽ നിന്നും പരിശുദ്ധ മാതാവിന്റെ ജനനവും ജീവിതവും ദൈവിക ജ്ഞാനത്തിന്റെ മഹത്വത്താൽ വേറിട്ടായിരിക്കേണ്ടതിന് ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തിരുന്നു. പൂർവ്വപിതാക്കന്മാരും പ്രവാചകന്മാരും അയക്കപ്പെട്ടു. ദൈവത്തിന്റെ അത്യാഹ്ലാദ മഹാനഗരം നിർമ്മിക്കേണ്ട മാമലകൾ ഉയർത്തപ്പെട്ടു. ദൈവത്തിന്റെ വലത്തുകരത്തിന്റെ ശക്തിയാൽ യുഗങ്ങൾക്ക് മുൻപേ അളവില്ലാത്ത നന്മകളും വരങ്ങളും പരിശുദ്ധ അമ്മയ്ക്ക് നൽകപ്പെട്ടു. അവളുടെ സംരക്ഷണത്തിനും സേവനത്തിനുമായി 1000 മാലാഖമാർ, പ്രപഞ്ചത്തിലുണ്ടായിരുന്ന സകലതിനെയും കാൾ മേന്മയും കുലീനതയും നിറഞ്ഞ വംശാവലിയിൽ നിന്ന് അവളെ ഉരുവാക്കാൻ അവിടുന്ന് തിരുമനസ്സാവുകയും ചെയ്തു. എന്തെന്നാൽ അവൾ അവിടുത്തെ മാതാവാകേണ്ടവളാണ്. പരിശുദ്ധ മറിയത്തിന്റെ ഭൗതിക ശരീരം ദൈവിക ജ്ഞാനത്തിന്റെയും ശക്തി മഹത്വങ്ങളുടെയും ഉത്തുംഗതയിൽ സൃഷ്ടിക്കപ്പെട്ടു. അതീവ ശ്രദ്ധയോടെ സൃഷ്ടിക്കപ്പെട്ട പ്രസ്തുത ശരീരത്തിൽ അഗ്നി, വായു, ഭൂമി, ജലം തുടങ്ങിയ മൂലകങ്ങളെല്ലാം അവയുടെ കൃത്യതയിൽ അടങ്ങിയിരുന്നു. എന്തെന്നാൽ പരിശുദ്ധ മറിയത്തിന്റെ ആത്മാവിന് പ്രവേശിക്കേണ്ട ശരീരമാണിത്. ആത്മാവിന്റെ പ്രവൃത്തികൾക്ക് വളരെയധികം സഹായകമാകേണ്ട ശരീരം. മറിയത്തിന്റെ ചിന്തകൾക്കും വിചിന്തനങ്ങൾക്കും അത്യുന്നത മാനുഷികതയ്ക്കും എത്രയും അഭികാമ്യമായ രീതിയിലാണ് സർവശക്തൻ അവളുടെ ശരീരത്തെ സൃഷ്ടിച്ചത്. മറിയത്തിന്റെ ജീവിതം മുഴുവൻ നിറഞ്ഞുനിന്ന പരിശുദ്ധിയും ശാന്തിയും മേൽപ്പറഞ്ഞ സൃഷ്ടിയുടെ സവിശേഷതയാൽ സംഭവ്യമായതാണ്. ഇപ്രകാരം വിശേഷ രീതിയിൽ ഏർപ്പെട്ട മൂലകങ്ങൾ, സ്വഭാവഗുണങ്ങൾ ഒന്നിനോടൊന്ന് പൊരുത്തപ്പെട്ട് പ്രവർത്തിച്ചു പോന്നു. മറിയത്തിന്റെ അസ്തിത്വത്തിന് ആവശ്യമായ സവിശേഷതകളെല്ലാം യാതൊരു മ്ലേച്ഛതകളും ഏശാത്ത രീതിയിൽ ഒന്നിന്റെയും കുറവോ ആധിക്യമോ ഇല്ലാതെ വളരെ കൃത്യമായി രൂപപ്പെട്ടിരുന്നു. ഉദാഹരണത്തിന്, ശരീരപ്രക്രിയകൾക്ക് ആവശ്യമായതിൽ കൂടുതലോ കുറവോ ആയിരുന്നില്ല ചൂടും തണുപ്പും പോലും. സകലതും അവയുടെ പാരമ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടു. അടുത്ത ശനിയാഴ്ച സർവേശ്വരൻ മറിയത്തിന്റെ ആത്മാവിനെ സൃഷ്ടിച്ച് ശരീരത്തിൽ പ്രവേശിപ്പിച്ചു. ഇതാണ് സൃഷ്ടിയുടെ ആരംഭം മുതൽ അന്ത്യം വരെ സൃഷ്ടിക്കപ്പെട്ട സകല ജീവജാലങ്ങളെക്കാളും പക്വതയും ശാലീനതയും പരിശുദ്ധിയും നിറഞ്ഞ സൃഷ്ടിയുടെ ഉത്ഭവം. സൃഷ്ടിയുടെ ആരംഭത്തെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന രീതിയോട് ഒരു രഹസ്യ ഐക്യം മറിയത്തിന്റെ സൃഷ്ടിപ്രക്രിയയിൽ ദൈവം പ്രകടമാക്കി. ഈ പ്രക്രിയയ്ക്കു ശേഷം ഉൽപ്പത്തി ഗ്രന്ഥകാരന്റെ ഭാഷയിൽ തന്നെ സർവശക്തൻ വിശ്രമിച്ചു. എന്തെന്നാൽ സർവോത്കൃഷ്ടയായി മറിയത്തെ സൃഷ്ടിച്ചതിലൂടെ മനുഷ്യാവതാരത്തിനും മനുഷ്യരക്ഷയ്ക്കും വേണ്ടുന്ന പ്രക്രിയ ആരംഭിക്കുകയാണ് അവിടുന്ന് ചെയ്തത്. ആയതിനാൽ ആ ദിവസം സൃഷ്ടാവിനും സകല സൃഷ്ടികൾക്കും പുനരുത്ഥാനത്തിന്റെ ഉണർവും ഉത്സാഹവും ഉളവാക്കുന്നതായിരുന്നു. സർവശക്തനായ ദൈവം ഇക്കാര്യങ്ങൾ അരുളി ചെയ്ത നിമിഷം അതീവ സ്നേഹത്താലും അത്യുന്നത ശക്തിയാലും മറിയത്തിന്റെ ആത്മാവ് സൃഷ്ടിക്കപ്പെടുകയും ശരീരത്തിലേക്ക് ആവാഹിക്കപ്പെടുകയും ചെയ്തു. ആ ക്ഷണത്തിൽ സ്വർഗത്തിലെ അത്യുന്നതനായ സെറാഫിനേക്കാളും അനേകമടങ്ങ് ശോഭയും അനുഗ്രഹങ്ങളും അവളിൽ നിറഞ്ഞു. മറിയത്തിന് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല. പരിശുദ്ധ ത്രിത്വത്തിലുള്ള വിശ്വാസത്തിന്റെ മകുടമാണ് മറിയം. ദൈവത്തിൽ നിന്നും ലഭിച്ച പ്രത്യേക വരം കൊണ്ട് മാത്രമല്ല മറിയത്തിന് വിശ്വാസം ലഭിച്ചത്. ആ വിവരങ്ങൾ ഞാൻ പിന്നീട് വിവരിക്കുന്നതാണ്. ദൈവത്തിൽ മാത്രം മറിയം പ്രത്യാശ വച്ചു.
ഒരു നിമിഷം പോലും ദൈവസ്നേഹത്തിൽ നിന്നവൾ വ്യതിചലിച്ചില്ല. ദൈവത്തിൽ സകല നന്മകളും ദർശിച്ച മറിയം ദൈവസ്നേഹത്തോടൊപ്പം പരസ്നേഹത്തിലും സ്വർഗത്തിലെ ദൂതന്മാരെക്കാളെല്ലാം ഉത്കൃഷ്ടയായിരുന്നു. ദൈവിക മൂല്യങ്ങൾക്ക് തുല്യമായ അളവിൽ തന്നെ മറ്റ് നൈതിക സ്വഭാവ ഗുണങ്ങളും പരിശുദ്ധാത്മാവിന്റെ പ്രത്യേക വരദാനത്താൽ മറിയത്തിൽ പ്രശോഭിച്ചിരുന്നു. സകല പുണ്യങ്ങളുടെയും കലകളുടെയും ഒരു ആന്തരിക നിറവ് ദൈവജ്ഞാനത്തിന്റെ മഹിമയാൽ അവളിലേക്ക് ഒഴുക്കപ്പെട്ടു. ആയതിനാൽ തന്റെ മാതാവിന്റെ ഉദരത്തിൽ ഉരുവാക്കപ്പെട്ട നിമിഷം മുതൽ ദൈവജ്ഞാനം, ദൈവിക പക്വത, ദൈവഭക്തി, ദൈവത്തെ മനസ്സിലാക്കാനുള്ള കഴിവ് എന്നീ സവിശേഷ ഗുണങ്ങളിൽ സ്വപുത്രനായ മിശിഹ ഒഴികെ പരിശുദ്ധ മറിയം സർവ്വസൃഷ്ടികളെക്കാളും അതീതയായിരുന്നു. തന്റെ ആത്മാവിന്റെ ശക്തിയുടെ മഹത്വത്താൽ തന്റെ ജീവൻ ഉരുവാക്കപ്പെട്ട ക്ഷണം മുതൽ തന്നെ മറിയം അമാനുഷികമായ രീതിയിൽ പുണ്യപ്രവൃത്തികൾ ചെയ്തു തുടങ്ങി. അവർണ്ണീയമായ ഭക്തിയാലും സ്നേഹത്താലും അവൾ പരിശുദ്ധനായ ദൈവത്തെ സ്തുതിക്കാനും തുടങ്ങി. എല്ലാറ്റിന്റെയും ആദിയും അന്ത്യവുമായ സർവേശ്വരന് തന്നെ ഒരു കാഴ്ചയായി സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ അധികമായി ബഹുമാനിക്കുകയും സ്തുതിക്കുകയും ചെയ്തു. എന്തെന്നാൽ ദുഷ്ടരായ ദൂതന്മാരും ദുർമാർഗികളായ മാനവരും അവിടുത്തെ അറിയുന്നതിലും സ്നേഹിക്കുന്നതിലും പരാജയപ്പെട്ടുവെന്ന് അവൾ മനസ്സിലാക്കി. ദൈവത്തെ യഥാർത്ഥം മഹത്വപ്പെടുത്തുന്നതിന് തന്നെ സഹായിക്കണമെന്നും തനിക്കു വേണ്ടി പ്രാർത്ഥിക്കണമെന്നും വിശുദ്ധ ദൂതരോട് അവൾ അഭ്യർത്ഥിച്ചു. ഉടൻ തന്നെ മറിയത്തിന്റെ കാവൽ മാലാഖമാരെ ദൈവം അവിടത്തേക്ക് വെളിപ്പെടുത്തി. മറിയം അവരെ വിനയപൂർവ്വം സ്വീകരിക്കുകയും തന്നോടൊത്ത് ഇടവിടാതെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് അവരെ ആഹ്വാനം ചെയ്യുകയും ചെയ്തു. തന്റെ ജീവിതകാലം മുഴുവൻ തനിക്ക് കാവൽക്കാരായിരിക്കുന്നവർ ചെയ്യേണ്ട കൃത്യം ഇതുമാത്രമാണ് എന്ന് മറിയം അവരെ മുൻപേ അറിയിച്ചു. തന്റെ പിതൃമാതൃ പാരമ്പര്യത്തെക്കുറിച്ചും അവൾക്ക് സമ്പൂർണമായ അറിവ് നൽകപ്പെട്ടു. ദൈവത്തെ സ്നേഹിച്ച എല്ലാ പ്രവാചകന്മാരെക്കുറിച്ചും അവർക്ക് ദൈവം നൽകിയ സകല നന്മകളെക്കുറിച്ചും അവൾക്ക് അവബോധം ലഭിച്ചു. ബാഹ്യമായി പ്രകടമാം വിധം മറിയത്തിൽ യാതൊരു വ്യത്യാസങ്ങളും ഇല്ലായിരുന്നു. എങ്കിലും സർവ്വനന്മസ്വരൂപിയായ സർവേശ്വരനെതിരായി മാനവർ ചെയ്ത നന്ദികേട് മനസ്സിലാക്കിയപ്പോൾ അന്നയുടെ ഉദരത്തിലായിരുന്ന ശിശു മറിയം വിങ്ങി വിങ്ങി കരഞ്ഞുവെന്നത് പ്രത്യേകം പ്രസ്താവിക്കപ്പെടേണ്ട വസ്തുതയാകുന്നു. ഇപ്രകാരം ആദ്യമായി വേദനിച്ച സമയം മുതൽ മാനവരാശിക്കു വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാൻ മറിയം ആരംഭിച്ചു. മാനവരക്ഷ ത്വരിതപ്പെടുത്തുന്നതിന് സകല നീതിമാന്മാരുടെയും പൂർവികരുടെയും പ്രാർത്ഥനകളെ മറിയം ദൈവത്തിരുമുൻപിൽ സമർപ്പിച്ച് കരുണയ്ക്കായി പ്രാർത്ഥിച്ചു. മറിയം മാനവരുടെ ഉപകാരിയും അഭ്യുദയകാംക്ഷിയുമായി ജോലിയേറ്റു എന്നു സാരം. ദൈവമാതാവ് ആകേണ്ടവളുടെ പ്രാർത്ഥന മറ്റു സകല ദൂതന്മാരുടെയും വിശുദ്ധന്മാരുടെയും യാചനകളേക്കാൾ ദൈവത്തിന് പ്രീതികരമായിരുന്നു. മർത്യരക്ഷയ്ക്കായി ഭൂജാതനാകാൻ താൻ ഇച്ഛിക്കുന്നുവെന്ന് ദൈവം ആ ശിശുവിന് വെളിപ്പെടുത്തിയെങ്കിലും ഈ മഹത് സംഭവം എപ്രകാരം സംഭവ്യമാകുമെന്ന് മറിയം അറിഞ്ഞിരുന്നില്ല. മറിയത്തിന്റെ പ്രാർത്ഥന മാനവരക്ഷ ത്വരിതപ്പെടുത്തി എന്ന് മനസ്സിലാക്കുന്നത് അഭികാമ്യമാണ്. എന്തെന്നാൽ മറിയത്തോടുള്ള ദൈവസ്നേഹമാണ് മാനവരക്ഷയ്ക്ക് പ്രധാനമായും കാരണമായത്. ഈ സ്നേഹത്താലാണ് മനുഷ്യാവതാരം സംഭവിച്ചതും ദൈവം മഹത് കാര്യങ്ങൾ ലോകത്തിൽ ചെയ്തതും. പരമോന്നതനായ രാജാവിന്റെ ഈ അത്ഭുത കൃത്യങ്ങൾ അയോഗ്യയായ ഞാൻ ഉചിതമായ പദങ്ങളാൽ വിവരിക്കാൻ പരിശ്രമിച്ചെങ്കിലും അത് സാധ്യമാകുന്നില്ല. അന്നായുടെ ഉദരത്തിൽ ഉരുവായിരിക്കുന്ന ദൈവിക തെളിവിന്റെ കിരണത്തെ ദർശിക്കാൻ അടിയൻ അയോഗ്യയാണ്. ഈ ദൈവിക വെളിച്ചം ദർശിക്കാൻ വേണ്ട ഭാഗ്യത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഭയഭക്തി ബഹുമാനങ്ങളോടെ നമുക്ക് ഈ അമ്മയെ സമീപിക്കാം. അപ്പോൾ മുൾപടർപ്പിനെ ചാമ്പലാക്കാതെ കത്തിപ്പടർന്ന ദൈവിക സാന്നിധ്യം നമുക്കും അനുഭവവേദ്യമാകും. സ്വർഗീയ രാജ്ഞിയുടെ വചസ്സുകൾ. സ്രഷ്ടാവും ഏകദൈവവുമായി അവിടുത്തെ അംഗീകരിക്കുക, ബഹുമാനിക്കുക, അനുസരിക്കുക എന്നതാണ് എല്ലാ സൃഷ്ടിജാലങ്ങളും നിർവഹിക്കേണ്ട അത്യുത്തമമായ കടമ. കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഈ ദൈവിക ബോധ്യം നിറയ്ക്കുകയും ഏറെ ശ്രദ്ധയോടെ അവരുടെ ലോകജീവിതത്തിന്റെ ഉത്തമ ലക്ഷ്യം മനസ്സിലാക്കാൻ സഹായിക്കുകയും ചെയ്യുക എന്നത് മാതാപിതാക്കന്മാരുടെ ഉത്തരവാദിത്വമാണ്. അല്ലെങ്കിൽ ദിശാബോധം നഷ്ടപ്പെട്ട് ഈ ലോകത്തിന്റെ വക്രതയിൽ അവർ നിപതിക്കും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ സൃഷ്ടാവിലേക്കുയരാനുള്ള മാർഗരേഖ അവർക്ക് നൽകേണ്ടതാണ്. എന്റെ ജ്ഞാനത്തെക്കുറിച്ചുള്ള നിജസ്ഥിതി അറിയാതിരുന്നിട്ടും വിശുദ്ധയായ എന്റെ അമ്മ ഇക്കാര്യത്തിൽ അങ്ങേയറ്റം തൽപരയായിരുന്നു. ഞാൻ ഗർഭസ്ഥ ശിശുവായിരുന്നപ്പോൾ തന്നെ എന്റെ അമ്മ എന്നെ പ്രതി ദൈവത്തെ സ്തുതിക്കുകയും ലോകത്തിന്റെ വ്യാമോഹങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ പ്രാർത്ഥിക്കുകയും ചെയ്തു.
ഞാൻ ആയിരുന്ന അവസ്ഥയിൽ നിന്ന് എന്നെ അവൾ വലിയ പ്രകാശത്തിലേക്ക് ആനയിച്ചു. അപ്രകാരം എല്ലാ മാതാപിതാക്കളും തങ്ങളുടെ കുഞ്ഞുങ്ങളെ മാമോദീസയിലൂടെ ജന്മപാപത്തിന്റെ കറകളിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. ഏതെങ്കിലും കാരണത്താൽ ഒരു സൃഷ്ടിക്ക് സ്രഷ്ടാവിനെ ആദ്യ ജ്ഞാനത്തിൽ അറിയാനോ ആരാധിക്കാനോ സാധ്യമാകാതെ വന്നാൽ സത്യദൈവത്തെപ്പറ്റി അറിയുന്ന ക്ഷണം അവിടുത്തെ ആരാധിക്കാൻ ആരംഭിക്കേണ്ടതാകുന്നു. അപ്പോൾ മുതൽ അവിടുത്തെ ഒരിക്കലും നഷ്ടപ്പെടാതെ ഭയഭക്തി ബഹുമാനത്തോടെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യേണ്ടതാകുന്നു.